Hello everyone, welcome back to Click. കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ 613/2025, അതായത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ ഫ്രീ കോച്ചിങ് ക്ലാസ്സസ് ആണ് ക്ലിക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ക്ലിക്ക് നേരത്തെ തന്നെ സിലബസ് വൈസ് ഹാൻഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും പർച്ചേസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ഫ്രീ കോച്ചിങ് ക്ലാസ്സസ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പ്രിന്റ് എടുത്ത് ഓരോ സെഷൻസ് കഴിയുമ്പോഴും റെഫർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈസിലി പോർഷൻസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി സിലബസിലെ പാർട്ട് 2A ഫിസിക്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 to 4 മൊഡ്യൂള്, 6 to 8 മൊഡ്യൂള് നമ്മൾ പല വീഡിയോകളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th മൊഡ്യൂൾ ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക്സ്. ഇപ്പൊ ഇലക്ട്രോണിക്സുകാർക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊഡ്യൂളാണിത്. മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്, ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് 2 പാർട്ടാക്കി തിരിച്ചിരിക്കുകയാണ്. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് സിയും കൂടി ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അത് നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ് നോക്കി റെഫർ ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അത് സെപ്പറേറ്റ് നമ്മൾ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ അത് കവർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ പ്ലേലിസ്റ്റിലെ വീഡിയോസ് റെഫർ ചെയ്തിട്ട് അത് പഠിക്കുക. പാർട്ട് എ എന്ന് പറയുന്നതിൽ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡയോഡ്സ് ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിലെ എനർജി ബാൻഡ് തിയറി, അതായത് ഓരോന്നിന്റെ കേസിലും കണ്ടക്ടറിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, സെമി കണ്ടക്ടറിന്റെ കേസിൽ എങ്ങനെയാണ്, ഇൻസുലേറ്ററിന്റെ കേസിൽ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എക്സ്ട്രിൻസിക്കിൽ തന്നെ നമുക്കറിയാം 2 ടൈപ്പ് ആണുള്ളത്, എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. അതിനെ പറ്റി പറയുന്നുണ്ടാവും. പി എൻ ജംഗ്ഷനെ പറ്റി പറയുന്നുണ്ടാവും. എന്താണ് ഡിപ്ലീഷൻ റീജിയൻ, ബയാസിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഷോക്ക് ഇക്വേഷൻ, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, സെനർ ഡയോഡ്സ്, അതിന്റെ കേസിൽ തന്നെയുള്ള സെനർ ബ്രേക്ക് ഡൗൺ ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ട്. പിന്നെ വോൾട്ടേജ് റെഗുലേഷൻ, LED ആൻഡ് ഫോട്ടോ ഡയോഡ്സ്. ഇത്രയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടാവുക. ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും കേട്ടോ നോക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡയോഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ പോലെ ബാൻഡ് തിയറി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബാൻഡ് തിയറിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു മെറ്റീരിയല് കണ്ടക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് EGനെ വെച്ചിട്ടാണ്. അതായത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും നമ്മുടെ കണ്ടക്ടിങ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുക. വാലൻസ് ബാൻഡില് അറ്റാച്ച് ടു ആറ്റം ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ രണ്ടിന്റെയും എനർജി ലെവൽസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ വാലൻസ് ബാൻഡ് ആയിരിക്കും. കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഈ 2 ബാൻഡ്സും ഓവർലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടക്ഷൻ ബാൻഡും അതുപോലെ തന്നെ വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഫ്രീ ഇലക്ട്രോൺസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് മെറ്റീരിയലിനെ നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടർ എന്ന് പറയുന്നത്. സെമി കണ്ടക്ടറിന്റെ കേസിൽ there will be a slight forbidden energy gap, so EG is approximately equal to 1 ഇലക്ട്രോൺ വോൾട്ട്, 1 to 5 ഇലക്ട്രോൺ വോൾട്ട് വരെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു റേഞ്ചിൽ വരുന്ന ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണെങ്കിൽ, അതായത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ആ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന 1 ഇലക്ട്രോൺ വോൾട്ട് തൊട്ട് 5 ഇലക്ട്രോൺ വോൾട്ട് വരെ ഉള്ളതിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ അതിനെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നാണ് പറയാ. അതായത് ഒരു സ്മോൾ ഗ്യാപ്പ് ആണ്. നമ്മൾ കുറച്ച് എനർജി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാനായിട്ട് പറ്റും. ഓക്കെ, അത് സിലിക്കന്റെ കേസിൽ വാല്യൂ ഓർത്ത് വെക്കുക, 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജർമേനിയത്തിന്റെ കേസിലാണെങ്കിൽ 0.67 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്രോക്സിമേറ്റ്ലി 0.7 എന്നും നമുക്ക് പറയാം കേട്ടോ. 0.7 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പഠിച്ചാലും മതി. ഓക്കെ,
നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന മെറ്റീരിയല് ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്ററിന്റെ കേസിൽ എന്തായിരിക്കും, ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എന്താണ്, ഡയമണ്ടിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുകൊണ്ട് എന്താണ്, ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല. വിച്ച് മീൻസ് ലാർജർ ഗ്യാപ്പ് ആണ്, അതുകൊണ്ട് ക്രോസ് ചെയ്യല് പോസിബിൾ അല്ല. ഓക്കെ, അതുപോലെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, സെമി കണ്ടക്ടേഴ്സിന് വരുന്നത് എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഫോൾ ചെയ്യും. ഓക്കെ, വിച്ച് ഈസ് ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് ടു മെറ്റൽസ്. മെറ്റൽസിന്റെ കേസിൽ എന്താണ് വരുന്നത്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നേരെ തിരിച്ചാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ പ്യൂർ സെമി കണ്ടക്ടർ ആയിരിക്കും, അൺഡോപ്ഡ് ആണ്. അതായത് സിലിക്കൺ, ജർമേനിയം ഒക്കെ, പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ, ജർമേനിയം ഒക്കെ ആണ് നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നത്. അതായത് എന്താണ്, അറ്റ് 0 കെൽവിൻ എന്ത് ചെയ്യും, ഇത് പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. റൂം ടെമ്പറേച്ചറിൽ some of the electrons gains this thermal energy and cross this energy gap. Forbidden energy gap ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ക്രോസ് ചെയ്യാനുള്ള അത്രയും എനർജി കിട്ടുന്ന ഇലക്ട്രോൺസ് അത് ക്രോസ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. സോ ഇറ്റ് ബിക്കംസ് കണ്ടക്റ്റിംഗ്. ഓക്കെ, ഇതുപോലെ പോകുന്ന ഓരോ ഇലക്ട്രോൺസും, അതായത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് പോകുന്ന ഓരോ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. അതും കൂടെ ഓർത്തു വെക്കുക. ഈ ഹോൾസ് എന്തായിട്ട് ആക്ട് ചെയ്യും, പോസിറ്റീവ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഡ്രിഫ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോൺ കൗണ്ട് എന്ന് പറയുന്നതും will be equal to whole count ആയിരിക്കും. So n is equal to p is equal to ni ആയിരിക്കും, where ni is the intrinsic concentration. Okay, ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സിലിക്കണിന്റെയും ജർമേനിയത്തിന്റെയും കേസിൽ വരുന്ന റൂം ടെമ്പറേച്ചറിൽ വരുന്ന റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 27 പ്ലസ് 273 ചെയ്തത് 300 കെൽവിൻ. അതാണ് കേട്ടോ, ഇവിടെ രണ്ട് ഭാഗത്തും 300 കെൽവിൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോ റൂം ടെമ്പറേച്ചറിലുള്ള ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. വാല്യൂസ് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. ചോദിച്ച് കാണാൻ സാധ്യതയില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ വരുന്ന മാസ് ആക്ഷൻ ലോയും കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. n into p will be equal to ni square ആണ്. ആസ് എന്തുകൊണ്ടാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ n into p is equal to ni into ni which is equal to ni square. ആ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. സോ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ മോർ കണ്ടക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിയും റേസ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പ്യൂർ സിലിക്കൺ ആൻഡ് ജർമ്മനി ആയിരുന്നു. ഇനി നമ്മൾ ഡോപ്പിംഗ് എന്നൊരു പ്രോസസ്സ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് വി ആർ ആഡിങ് സം ഇംപ്യൂരിറ്റീസ് ടു ചേഞ്ച് ദിസ് കണ്ടക്ടിവിറ്റി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോപ്പിംഗ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക്കിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. എൻ ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണർ ആയിരിക്കും. വിച്ച് മീൻസ് എൻ ടൈപ്പ് എന്ന് പറയുന്നത് പെന്റാവാലൻ ഗ്രൂപ്പിലായിരിക്കും, ഗ്രൂപ്പ് 5-ലാണ്. സോ 4 ഇലക്ട്രോൺസ് നമ്മുടെ സിലിക്കണിലുള്ളതും, അല്ലെങ്കിൽ സിലിക്കണോ ജർമ്മനിയോ ഏതെടുത്തു കഴിഞ്ഞാലും വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ് വരുന്നത്. അത് ഈ പറയുന്ന ഡോണർ ആറ്റത്തിന്റെ 4 ഇലക്ട്രോൺസും ആയിട്ട് എന്ത് ചെയ്യും, ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, എക്സസ് ആണ്. ഈ ഇലക്ട്രോൺ ആണ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡോപ്പൻസ് എന്ന് പറയുന്നത്
പെന്റാവാലന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 5 എലമെന്റ്സ് ആണ്. ഏതൊക്കെയാണ് വരിക എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 4 എന്ത് ചെയ്യും, ബോണ്ട് ഫോം ചെയ്യും, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. 5th വൺ എന്ന് പറയുന്നത് ലൂസ്ലി ബൗണ്ട് ആണ്. ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ് കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം, ഇലക്ട്രോൺസ് ആണെന്ന് പറയാം. മൈനോറിറ്റി കാരിയേഴ്സ് അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വിച്ച് വിൽ ബി ഹോൾസ്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഗ്രേറ്റർ ദാൻ, വെരി മച്ച് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ് ആണെന്ന് പറഞ്ഞൂടെ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് n വെരി മച്ച് ഗ്രേറ്റർ ദാൻ p. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് മുകളിലായിരുന്നു, വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് താഴെയായിരുന്നു. ഫ്രീ ഇലക്ട്രോൺസ് ആണ് വന്നിട്ടുള്ളത്. സോ അപ്വാർഡ് ആണ് ഷിഫ്റ്റ് ചെയ്യുക, അതായത് കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തേക്ക് ടുവേർഡ്സ് കണ്ടക്ഷൻ ബാൻഡ് ആണ് ഫെർമി ലെവല് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അതേസമയം പി ടൈപ്പിന് നേരെ തിരിച്ചാണ്, ആക്സെപ്റ്റഡ് ഡോപ്പിംഗ് എന്നാണ് പറയുന്നത്. ട്രൈവാലന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 3 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വാലൻസ് ഇലക്ട്രോൺസ്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, ഡോപ്പൻസ് ഏതൊക്കെയാണെന്ന്: ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം. അപ്പൊ 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ എന്താണ്, ദർ ഇസ് എ ഷോർട്ട് ഓഫ് 1 ഇലക്ട്രോൺ. സോ എന്തുണ്ടാവും, അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോ മെജോറിറ്റി കാരിയേഴ്സ് ഏതായിരിക്കും, ഹോൾസ് ആയിരിക്കും. മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ഏതാണ്, ഇലക്ട്രോൺസ് ആണ്. So P will be much greater than compared to N. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫെർമി ലെവൽ അപ്പൊ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക, നേരെ ഓപ്പോസിറ്റ് ഡൗൺവേർഡ്സ് ആയിരിക്കും ഫെർമി ലെവല് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ടുവേർഡ്സ് ഏത് ബാൻഡ് ആയിരിക്കും, വാലൻസ് ബാൻഡ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയോഡ്സിന്റെ കേസിലെ പി എൻ ജംഗ്ഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. പി എൻ ജംഗ്ഷന്റെ കേസിൽ അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ പി ടൈപ്പ് എടുക്കുന്നു, എൻ ടൈപ്പ് കൊടുക്കുന്നു. ഇതെന്താണ്, ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. ഇവിടുത്തെ കേസിൽ ഏതാണ്, ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. ഇതിനെ രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഡിഫ്യൂഷൻ എന്നൊരു പ്രോസസ്സ് നടക്കും. ഡിഫ്യൂഷനിൽ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി കാരിയേഴ്സ് ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യും. പിയും എന്നും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ആ ജംഗ്ഷൻ മെജോറിറ്റി കാരിയേഴ്സ് ക്രോസ് ചെയ്യും. അപ്പോ എന്തുണ്ടാവും, എൻ ടൈപ്പിന്ന് ഇലക്ട്രോൺസ് പി ടൈപ്പിലേക്കും ഇവിടുന്ന് ഹോൾസ് എൻ ടൈപ്പിലേക്കും, പി റീജിയനിൽ നിന്ന് ഹോൾസ് എൻ റീജിയനിലേക്കും പാസ് ചെയ്യും. അപ്പൊ ഹോൾസും ഇലക്ട്രോൺസും തമ്മിൽ റീകോമ്പിനേഷൻ നടക്കും. അതാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്. പിന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ആണ്. ഫീൽഡ് സ്വീപ്സ് മൈനോറിറ്റീസ് ബാക്ക്. അപ്പോ അറ്റ് ഈക്വിലിബ്രിയം എന്താണ്, രണ്ടും ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് കറണ്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇലക്ട്രോൺസ് ഇവിടുന്ന് ലീവ് ചെയ്യുന്നത് കൊണ്ട് എന്നിട്ടൊക്കെ ഹോൾസ് ആയിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഇവിടുത്തെ ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഡിപ്ലീഷൻ ഇവിടെ ഇടയിൽ ഫോം ചെയ്യും. ആ ഡിപ്ലീഷൻ റീജിയന്റെ വോൾട്ടേജ് ആണ് ഇവിടെ ഓരോന്നിന്റെ കേസിലും മെൻഷൻ ചെയ്തിട്ടുള്ളത്. സിലിക്കന്റെ കേസിലാണെങ്കിൽ 0.7 വോൾട്ടും ജർമേനിയത്തിന്റെ കേസിലാണെങ്കിൽ 0.3 വോൾട്ടും ആണ്. അതിനെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്നാണ് കേട്ടോ പറയുന്നത്. V0ന്റെ ടേമിന് നമ്മൾ പറയുന്നത് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്നാണ്. ഓക്കെ, ഈ ഡിപ്ലീഷന്റെ നേച്ചർ മാറുന്നത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ബയാസിങ് പറയുന്നുണ്ട്, അതിന് ശേഷം പറയാം കേട്ടോ. ഒന്ന് ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യാം. രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ്. ഫോർവേഡ് ബയാസിൽ നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് ഓഫ് ബാറ്ററി എന്ന് പറയുന്നത് പി റീജിയൻ ആയിട്ടും നെഗറ്റീവ് ഓഫ് ബാറ്ററി എന്ന് പറയുന്നത് എൻ റീജിയൻ ആയിട്ടും കണക്ട് ചെയ്യും. അതായത് ഇതാണ് ഇപ്പൊ പി എൻ ജംഗ്ഷൻ എങ്കിൽ പി എന്ന് പറയുന്നതിനെ പോസിറ്റീവ് ആയിട്ടും എൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടും കണക്ട് ചെയ്യും. അപ്പൊ ഈ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇത് ഇങ്ങോട്ട് പാസ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ ഹോൾസിനെ റിപ്പൽ ചെയ്യും, ഹോൾസ് ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ ബാരിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നാരോവർ ആവുകയാണ് ചെയ്യുക. സോ ബാരിയർ ഇസ് റെഡ്യൂസ്ഡ്. മെജോറിറ്റി കാരിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അക്രോസ് ദ ജംഗ്ഷൻ ഫ്രീലി ഫ്ലോ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ലാർജ് കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാവും ഇൻ മില്ലി ആംപിയർ റേഞ്ച് ആണ്. ഓക്കെ, കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബിൽറ്റ് ഇൻ വോൾട്ടേജിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അപ്രോക്സിമേറ്റ്ലി അപ്പൊ നമുക്ക് എന്ത് പറയാം, സിലിക്കന്റെ കേസിൽ 0.7 വോൾട്ടും ജർമ്മനിയത്തിന്റെ കേസിൽ 0.3 വോൾട്ട് ആണെന്ന് പറയാലോ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, റിവേഴ്സ് ബയാസിന്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. എൻ റീജിയണ് നമ്മള് പോസിറ്റീവിലേക്കും പി റീജിയൺ ആണ് നെഗറ്റീവിലേക്കും കൊടുത്തിട്ടുള്ളത്. സോ എങ്ങനെയാണ് വരുന്നത്, പി എൻ ജംഗ്ഷൻ ആണെങ്കിൽ പി റീജിയൻ നെഗറ്റീവിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, എൻ റീജിയൻ പോസിറ്റീവിലേക്കാണ്. ഈ പോസിറ്റീവിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. പി റീജിയനിലുള്ള ഹോൾസിനെ ഈ നെഗറ്റീവിന്റെ അവിടേക്ക് അട്രാക്ട് ചെയ്യും. സോ എന്താണ് ഉണ്ടാവുക, റീജിയൻ, ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വൈഡൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ബാരിയർ ഇൻക്രീസസ്. അപ്പൊ എന്ത് ചെയ്യാണ്, ഓൺലി മൈനോറിറ്റി കാരിയേഴ്സ് മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈനി സാച്ചുറേഷൻ കറണ്ട് I0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിന്റെ റേഞ്ച് വരുന്നതും കൂടെ ഓർത്ത് വെക്കാം, മൈക്രോ ആംബിയർ അല്ലെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. പിന്നെ റിവേഴ്സ് ബയാസിന്റെ കേസിൽ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, റിവേഴ്സ് ബയാസിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ ബിയോണ്ട് കറണ്ട് എന്ന് പറയുന്നത് ഷാർപ്ലി റൈസ് ചെയ്യുന്നു എന്നുള്ള പോയിന്റും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഷോക്ലി ഡയോഡ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. I is equal to I0 e raised to V divided by eta VT minus 1 ചെയ്യുന്നതായിരിക്കും. വേർ VT എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്, which is equal to KT divided by Q ചെയ്തതാണ് കേട്ടോ, which will be approximately equal to 26 millivolt at room temperature 300 Kelvin. ഓക്കെ, ഈറ്റ എന്ന് പറയുന്നത് ഐഡിയാലിറ്റി ഫാക്ടർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഫോർ ഐഡിയൽ കേസിൽ, ജർമ്മേനിയത്തിന്റെ കേസിൽ, ആൻഡ് ഈക്വൽ ടു 2 ഫോർ സിലിക്കൺ വെൻ ദർ ഇസ് റീകോമ്പിനേഷൻ. വി ഗ്രേറ്റർ ദാൻ ഈ കട്ട് ഇൻ വോൾട്ടേജ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡയോഡ് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ ഫോർവേഡ് ബയാസിലാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം വോൾട്ടേജ് ലെസ് ദാൻ 0 ആണ് വരുന്നതെങ്കിൽ റിവേഴ്സ് ബയാസിലാണ്. അപ്പോ എന്താണ്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ഒരു സ്മോൾ കറണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, പാസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കർവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ നമ്മൾ ഒരു സിംഗിൾ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെ. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സിംഗിൾ ഡയോഡാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, വിച്ച് കണ്ടക്ട്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും, ബ്ലോക്ക് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും, ഡയോഡ് ഓൺ ആയി പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുണ്ടോ, ഇല്ല. പിന്നെ വീണ്ടും അടുത്തതില് ഡയോഡ് ഓൺ ആയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഹാഫ് ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റഡ് ആണ്. റിപ്പിൾ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് ഹാർഡർ ആണെന്നുള്ള പോയിന്റ് കൂടെ ഓർത്ത് വെക്കാം കേട്ടോ. അതിന്റെ കേസിൽ വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഈ പറയുന്നത്. VDC is equal to VM by pi, which is equal to 0.318 VM ചെയ്യുന്നതായിരിക്കും. റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂ ഓർത്ത് വെക്കണം, 1.21 ആണ് വരുന്നത്. എഫിഷ്യൻസി വരുന്നത് അറൌണ്ട് ഹാഫ് ആണ്. സോ എന്താണ്, 40.6% ആണ് വരുന്നത്. റിപ്പിൾ ഫ്രീക്വൻസി നമ്മളിപ്പോ തന്നെ പറഞ്ഞു, ഇൻപുട്ട് ഫ്രീക്വൻസി എന്താണോ അതേ ഫ്രീക്വൻസി തന്നെയാണ് വരുന്നത്. ഓക്കെ, അതേസമയം ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെന്റർ ടാപ്പ് ഉണ്ട്, പിന്നെ ഒന്ന് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. സെന്റർ ടാപ്പിന്റെ കേസിൽ 2 ഡയോഡ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഒരെണ്ണം പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഒരെണ്ണം നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കണ്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ ഒരെണ്ണം കണ്ടക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ ഒരെണ്ണം കണ്ടക്ട് ചെയ്യുന്നു, ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കേസിൽ വരുന്ന VDCയുടെ വാല്യൂ കൂടെ ഓർത്ത് വെക്കുക.
2Vm/π ആണ് വരുന്നത്. നേരത്തെ എന്തായിരുന്നു? Vm/π ആയിരുന്നു. ഓക്കെ, ഇവിടെ അപ്പോ 0.636 Vm ആണ് കേട്ടോ അതിന്റെ വാല്യൂ. ആ വാല്യൂ കൂടെ ഓർത്ത് വെക്കണേ. റിപ്പിൾ ഫാക്ടർ ആണെങ്കിലും ഇവിടെ നോക്കുകയാണെങ്കിൽ 0.48 ആണ് റിപ്പിൾ ഫാക്ടർ വരുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് അറൌണ്ട് 81.2% ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഫുൾ സിനുസോയിഡൽ വേവ് ഫോം എടുക്കുന്നതിന്റെ ഈ ഒരു പോർഷനും ഫുൾ ആയിട്ട് വരുന്നുണ്ട്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് നേരത്തെക്കാളും എന്തായാലും ഒരു ഡബിൾ ആണ്. ഓക്കെ, 40.6 ആയിരുന്നു, ഇവിടെ 81.2% വരുന്നുണ്ട്. ഇതിന്റെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 times f ആണെന്നുള്ളത്, ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ 2 times ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് വാല്യൂസ് മാത്രം നിങ്ങൾ ഡയറക്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ റിപ്പിൾ ഫ്രീക്വൻസി 2f ആണെന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ബ്രിഡ്ജിന്റെ കേസിലാണെങ്കിൽ നമുക്ക് മൊത്തം 4 ഡയോഡ്സ് ഉണ്ടാവും. 2 ഡയോഡ്സ് ഒരു ഹാഫ് സൈക്കിളിലും 2 ഡയോഡ്സ് അടുത്ത ഹാഫ് സൈക്കിളിലും ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സിനും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡയോഡ്സ് ഹാഫ് വേവിന്റെ കേസിൽ നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുന്നത്? ഒരെണ്ണേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫുൾ വേവിന്റെ കേസിൽ സെന്റർ ടാപ്ഡ് ആണെങ്കിൽ 2ഉം ബ്രിഡ്ജ് ആണെങ്കിൽ 4 ആണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന VDC എന്ന് പറയുന്നത് ഹാഫ് വേവിന്റെ കേസിൽ 0.318 Vm ആയിരുന്നു, അതായത് Vm/π ചെയ്തതായിരുന്നു. ഇവിടുത്തെ കേസിൽ ഫുൾ വേവിന്റെ കേസിൽ എന്തായിരുന്നു? 2Vm/π which is equal to എന്താണ്? 0.636 Vm ആണ് കേട്ടോ. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് വേവിന്റെ കേസിൽ പൂർ ആണ്, 1.21 ആണ്. ഫുൾ വേവിന്റെ കേസിൽ 0.48 വരുന്നുണ്ട്, വിച്ച് ഇസ് ബെറ്റർ. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാഫ് വേവിന്റെ കേസിൽ എന്താണ്? 40.6 മാത്രമേ ഉള്ളൂ. ഫുൾ വേവിന്റെ കേസിൽ 81.2% വരുന്നുണ്ട്. കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹാഫ് വേവിന്റെ കേസിൽ സെയിം ആസ് ഇൻപുട്ട് ഫ്രീക്വൻസിയും, ഇവിടുത്തെ ഫുൾ വേവിന്റെ കേസിൽ ഡബിൾ ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പെർ ഡയോഡും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. Vm-ഉം ഇവിടുത്തെ കേസിൽ 2Vm ആണ് സെന്റർ ടാപ്ഡ് ആണെങ്കിൽ. ബ്രിഡ്ജിന്റെ കേസിലാണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Vm ആണ് വരുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെയും ഫുൾ വേവ് റെക്ടിഫയറിന്റെയും ഈ വാല്യൂസ് മുഴുവൻ പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് സെനർ ഡയോഡ് ആണ്. സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Zener diode is designed to operate safely in reverse breakdown. Reverse region വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഡയോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Zener diode എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ 2 ഡിഫറെന്റ് ഫിസിക്കൽ മെക്കാനിസംസ് ഉണ്ട് Zener ഡയോഡിന്റെ കേസിൽ. 2 തരം ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. ഒന്ന് Zener ബ്രേക്ക് ഡൗണും ഒന്ന് അവലാഞ്ചെ ബ്രേക്ക് ഡൗണും. ഓക്കെ, സെറൻ ബ്രേക്ക് ഡൗണിന്റെ കേസിൽ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ റീജിയൻസ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. വൈൽ അവലാഞ്ചെ ബ്രേക്ക് ഡൗണിന്റെ കേസിൽ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ, ലൈറ്റ്ലി അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. അതായത് ഹെവിലി ഡോപ്ഡ് ആകുമ്പോൾ തിൻ ഡിപ്ലീഷൻ ലെയർ ആണ് വരിക. ഇവിടുത്തെ കേസിൽ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഡിപ്ലീഷൻ ലെയർ ആണ്. സെനർ ബ്രേക്ക് ഡൗണിന്റെ കേസിൽ തിൻ ആയിട്ടുള്ള ഡിപ്ലീഷൻ ലെയറും, അതേസമയം അവലാഞ്ചെ ബ്രേക്ക് ഡൗണിന്റെ കേസിൽ രണ്ടും റിവേഴ്സ് ബ്രേക്ക് ഡൗണിലെ കേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരെണ്ണം തിന്നും ഒരെണ്ണം വൈഡർ ആയിട്ടുള്ള ഡിപ്ലീഷൻ ലെയർ ആയിരിക്കുന്നു മാത്രം. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കണേ. ഇൻ കേസ് ഓഫ് സെനർ ബ്രേക്ക് ഡൗൺ, ഇലക്ട്രോൺസ് ടണൽ സ്ട്രേറ്റ് ത്രൂ ദിസ് ജംഗ്ഷൻ and it is dominant at low voltages ആണ്. V Zener will be less than or equal to 5 volt ആണ്. അതേസമയം അവലാഞ്ചെ ബ്രേക്ക് ഡൗണിന്റെ കേസിൽ നോക്കുക, Zener വോൾട്ടേജ് ഡോമിനന്റ് അറ്റ് ഹയർ വോൾട്ടേജസ് ആണ്. സോ VZ is greater than 6 volt ആണ് വരുന്നത് കേട്ടോ. അതും രണ്ടും കമ്പയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. പിന്നെ Zener ബ്രേക്ക് ഡൗണിന്റെ കേസിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതായത് Zener വോൾട്ടേജ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം അവലാഞ്ചെ ബ്രേക്ക് ഡൗണിന്റെ കേസിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. സോ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിനനുസരിച്ച് Zener വോൾട്ടേജും റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നിയർ 5 വോൾട്ട് ആണ് നമ്മുടെ വരുന്നതെങ്കിൽ
ഈ രണ്ട് എഫക്ട്സും ഓവർലാപ്പ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഈ രണ്ട് എഫക്റ്റും ഓവർലാപ്പ് ചെയ്യുന്ന വഴി അവരുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ക്യാൻസൽ ആവുന്നു, വിച്ച് result in giving a temperature compensated or approximately equal to 0 coefficient ആയിട്ടുള്ള ഒരു സെനർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് സെനർ ബ്രേക്ക് ഡൗൺ, ഇതാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 6 വോൾട്ട് വരുന്ന സമയത്താണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ വരുന്നത്. വോൾട്ടേജ് ലെസ് ദാൻ 5 വോൾട്ട് വരുന്ന കേസിലാണ് ഇത് വരുന്നത് സെനർ ബ്രേക്ക് ഡൗൺ വരുന്നത്. ഇത് IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ ഡയോഡിന്റെ കേസിലെ. അതിന്റെ റിവേഴ്സ് റീജിയണിലാണ് ഈ പറയുന്ന അവലാഞ്ചെ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഈ സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിലാണ് എന്ത് ചെയ്യുന്നത്, സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ക്യാര മാത്രം വരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി സെനർ വോൾട്ടേജ് റെഗുലേഷനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ സെനർ ഔട്ട്പുട്ടിനെ സ്റ്റഡി ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെനർ എങ്ങനെയാ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, റിവേഴ്സ് അക്രോസ് ലോഡ് ആയിരിക്കും. ഒരു സീരീസ് റെസിസ്റ്റർ RS ഉണ്ടായിരിക്കും, വിച്ച് ഡ്രോപ്സ് ദ എക്സസ് വോൾട്ടേജ്. ഓക്കെ, എക്സസ് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സെനർ അക്രോസ് ദ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇൻ റിവേഴ്സ്. ഓക്കെ, ബ്രേക്ക് ഡൗണിൽ എന്തുണ്ടാവും, സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് ബെയർലി ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഈവൻ ദോ കറണ്ട് എന്ന് പറയുന്നത് വൈഡ്ലി വേരി ചെയ്താൽ പോലും സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് ബെയർലി ചേഞ്ചസ്. സോ വി ഔട്ട് എന്ന് പറയുന്നത് അറ്റ് സെനർ വോൾട്ടേജ് റിമെയിൻ ചെയ്യും. അപ്പൊ വി ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഔട്ട്പുട്ട് സ്റ്റഡി ആയിട്ടുള്ള സെനർ വോൾട്ടേജിലാണ് കിട്ടുക. ഇൻപുട്ട് വോൾട്ടേജ് റൈസ് ചെയ്യോ അല്ലെങ്കിൽ ലോഡ് ലെസ് കറണ്ട് ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ സെനർ എന്ത് ചെയ്യും, ഇറ്റ് സിംപ്ലി ടേക്സ് മോർ കറണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന വി ഔട്ട് എന്ന് പറയുന്നത് VZ എന്ന് പറയുന്ന വാല്യൂല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ദിസ് റെഗുലേഷൻ ഹോൾഡ്സ് ആസ് ലോങ് ആസ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ സെനർ വോൾട്ടേജ് പ്ലസ് IZ മിനിമം ഇൻറ്റു RS. ഈ ഒരു ഫോർമുലയും കൂടെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്താണ്, സെനർ വോൾട്ടേജ് ആണ്. വി ഔട്ട്പുട്ട് ഈക്വൽ ടു VZ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഡ്രോപ്പ് അക്രോസ് നമ്മുടെ സീരീസ് റെസിസ്റ്റർ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറഞ്ഞിരുന്നില്ലേ. അതിന്റെ അക്രോസ് വരുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്, VRS ഇസ് ഈക്വൽ ടു V ഇൻപുട്ട് മൈനസ് V സെനർ ചെയ്തതായിരിക്കും. ഓക്കെ, ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് സെനറിന്റെ അക്രോസും ലോഡിന്റെ അക്രോസും സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. സോ I total can be represented as IZ plus IL. ഓക്കെ, PZ ന്റെ ഇക്വേഷൻ എന്തായിരിക്കും, VZ into IZ ചെയ്തതായിരിക്കും. ആൻഡ് ഇറ്റ് മസ്റ്റ് സ്റ്റേ ബിലോ ദ പവർ റേറ്റിംഗ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആണ്. ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ വരുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED. ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസിൽ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഫോർവേഡ് ബയാസിലാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. ഫോർവേഡ് ബയാസിൽ എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് N സൈഡിൽ നിന്ന് P സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു, P സൈഡിലെ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് റിലീസ്ഡ് ആസ് ഫോട്ടോൺ ആണ്, ലൈറ്റ് ആയിട്ടാണ്. ഫോട്ടോന്റെ കേസിൽ വരുന്ന ഈ ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. E is equal to h nu ആണ്. nu എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, C by lambda എന്നും കൂടെ എഴുതാം. സോ hc by lambda എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ബാൻഡ് ഗ്യാപ്പ് ആണ് കളർ ഫിക്സ് ചെയ്യുന്നത്. ബിഗർ ഗ്യാപ്പ് ആണെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ബ്ലൂ ലൈറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ മെറ്റീരിയൽ വരുന്നതിനനുസരിച്ചുള്ള കളറാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഗാലിയം ആഴ്സനൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻഫ്രാറെഡ് ആണ്. GaAsP യൂസ് ചെയ്യുകയാണെങ്കിൽ റെഡ് ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിലെ കളർ എന്ന് പറയുന്നത്. ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ GaP ആണെങ്കിൽ ഗ്രീൻ ആണ് കിട്ടുന്നത്. സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ ബ്ലൂ കളർ ആണ് കിട്ടുന്നത്. ഗാലിയം നൈട്രേറ്റ് ആണെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ UV ലൈറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽസും അതിന്റെ കളറും കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫോട്ടോ ഡയോഡ് ആണ്. സെനർ ഡയോഡിനെ പോലെ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു
ഡയോഡ് ആണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് കേട്ടോ, അത് ഓർത്ത് വെക്കാം. ഇറ്റ് ഡിറ്റക്ട്സ് ലൈറ്റ്. ഓപ്പറേറ്റ് ചെയ്യുന്നതിലാണ്, റിവേഴ്സ് ബയാസിലാണ്. ഇൻ ദ ഡാർക്ക് എന്തായിരിക്കും, ഓൺലി ഒരു ടൈനി സാച്ചുറേഷൻ കറണ്ട് അതിനോട്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇൻകമിങ് ഫോട്ടോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെ ഡിപ്ലീഷൻ റീജിയൻസിൽ ഫോം ചെയ്യും. ആൻഡ് ദ ഫീൽഡ് സ്വീപ് ദം എപ്പാർട്ട് വിച്ച് ഇൻക്രീസസ് ദ റിവേഴ്സ് കറണ്ട്. അപ്പൊ ഫോട്ടോ കറണ്ട് റൈസ് ചെയ്യും. ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ലൈറ്റ് ഇന്റൻസിറ്റി ആയിരിക്കും. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഐഡിയൽ ഫോർ സെൻസിങ്. ഓക്കെ, അതിന്റെ റെസ്പോൺസ് വെരി ഫാസ്റ്റ് ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നാനോസെക്കൻഡ് ആണ് വരുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. സോ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ LED ഫോട്ടോ ഡയോഡും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ LED എന്ന് പറയുന്നത് എന്താണ്, ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുക. ആൻഡ് ഇറ്റ് എമിറ്റ്സ് ലൈറ്റ്, വൈൽ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലാണ് വർക്ക് ചെയ്യുക. ആൻഡ് ഇറ്റ് ഡിറ്റക്ട്സ് ലൈറ്റ്. ക്ലിയർ ആണല്ലോ. സോളാർ സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോട്ടോ ഡയോഡ് റൺ വിത്ത് നോ എക്സ്റ്റേണൽ ബയാസ്. വേറെ സപ്ലൈ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോ ഡയോഡാണ് ഈ പറയുന്ന സോളാർ സെൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ജനറേറ്റ് ഇറ്റ്സ് ഓൺ EMF ഡയറക്ട്ലി ഫ്രം ലൈറ്റ്. ലൈറ്റിൽ നിന്ന് ഇറ്റ്സ് ഓൺ EMF ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ബയാസിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഫോട്ടോ ഡയോഡാണ് ഈ പറയുന്ന സോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചധികം പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുണ്ട്. പലതും കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോ സെഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ കയ്യിലുള്ള മെറ്റീരിയൽ തറവായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.